ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് വേറെ എന്തൊരു പ്രോസസ്സിനെയും പോലെ തന്നെ, വേറെ എന്തൊരു കാര്യത്തെയും പോലെ തന്നെ ഒരു പ്രോസസ്സാണ് ആക്ച്വലി. ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു 2 മാസത്തെ കോഴ്സ് കൊടുത്താൽ വരുന്ന അല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനുള്ള ഒരു എന്തുണ്ടാവണം, ഒരു ചാൻസ് ഉണ്ടാവണം. ഓക്കെ, നമ്മളിപ്പോ ചെയ്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ 7th 8th ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ബേസിക്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ വെക്കേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഏപ്രിൽ മെയ് ഒക്കെ നമ്മൾ ബേസിക്സ് ക്ലാസ്സസ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഈ 3 സബ്ജക്ട്സിൽ ബേസിക്സ്, അതായത് പ്രോപ്പർ ആയിട്ട് മലയാളം പ്രൊനൗൺസ് ചെയ്യുക. ഇപ്പോഴും കുട്ടികൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, മലയാളം ലെറ്റേഴ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് കാ, ഇക്ക, ഗ, ഇഗങ്ങ. ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് പ്രൊനൗൺസിയേഷൻ. കാ, ഖ, ഗ, ഖങ്ങ അല്ലേ? അങ്ങനെയല്ലേ പറയണ്ടേ? അല്ലേ? ഇങ്ങനെയാണ് പറയണ്ടേ. അപ്പൊ ഇവർ അങ്ങനെയല്ല പറയണ്ടേ. കുട്ടികളോടല്ല, 8th കുട്ടിയോട് ഒന്ന് പ്രൊനൗൺസ് ചെയ്യോ. കാ, ഇക്ക, ഗ, ഇഗങ്ങ, ചാ, ഇച്ച, ജ, ഇജഞ്ഞ. ദിസ് ഇസ് ദ പ്രൊനൗൺസിയേഷൻ. ഇതാരാ പഠിപ്പിച്ചേ? അവരിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. കാ, ഖ, ഗ, ഖങ്ങ എന്ന് പറയുന്ന കുട്ടികളെ എനിക്ക് വളരെ റേറാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വേറൊരു കുറെ പേരില്ലേ ഈ അബ്രോഡിൽ തന്നെ, അവർക്ക് മലയാളം അറിയില്ല, മലയാളം പഠിപ്പിക്കുമെന്ന് പറയുന്നത്. അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പാരന്റ്സ് സംസാരിക്കുന്നില്ല. ഇവര് കാ, ഇക്ക, ഗ, ഇഗ എന്ന് പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളതും, അതേപോലെ തന്നെ ഒരു വേർഡ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം, ഒരു സെന്റൻസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം, ഒരു പാരഗ്രാഫ് തനി എങ്ങനെ എഴുതാം, ഒരു പാരഗ്രാഫ് വേണ്ട അത് എങ്ങനെ ഒന്ന് പ്രോപ്പർ ആയിട്ട് അത് അനലൈസ് ചെയ്ത് വായിച്ച് ഒരു ഉത്തരം കണ്ടുപിടിക്കാം. അതാണല്ലോ നമ്മൾ മെയിനായിട്ട് കരിക്കുലം ട്രെയിനിങ് നമ്മൾ പറയുന്നതാണ്. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, അതേപോലെ തന്നെ എന്താണ് മലയാളം, ഈ 3 കാര്യങ്ങളിൽ ലാംഗ്വേജിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇത്രയും കാര്യം ചെയ്തു വരും. മാത്സിന്റെ കേസിലാണെങ്കിലും ഏറ്റവും ബേസിക്സ് മുതൽ. മാത്സിനെ പറ്റി എന്താ അഭിപ്രായം സ്നീന്റെ? മാത്സ് സിമ്പിൾ ആണ്, പക്ഷെ കുട്ടികൾക്ക് സിമ്പിൾ അല്ല. അതാണ് മെയിൻ പ്രശ്നം. എന്താ മെയിനായിട്ട് സ്റ്റുഡൻസ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത് എന്താ, മാം എനിക്ക് മാത്സ് ടീച്ചർ ഒട്ടും ഇഷ്ടമല്ല, അതാണ് എനിക്ക് മാത്സ് പഠിക്കാൻ ഇഷ്ടമല്ല. പറ്റുന്നില്ല. മാത്സ് ടീച്ചർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്സ് പഠിക്കാൻ പറ്റില്ലെന്നല്ല. ആ കൺസെപ്റ്റ് കിട്ടേണ്ട സമയത്ത് അവന് കൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട, ആ ലോജിക്ക് എന്താ, ആ സംഭവങ്ങൾ മനസ്സിലാവുന്നില്ല. ഇതെല്ലാം അതിനകത്തുള്ള പ്രശ്നങ്ങളാണ്. ആക്ച്വലി നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത്, ഇപ്പൊ ബേസിക്സ് ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ, നമ്മളൊരു പേരന്റ് വന്നിട്ട് മാം അടുത്ത വർഷം ഈ ക്ലാസ്സിലാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ബേസിക് അറിയില്ല. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും അവർക്ക് അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ റെഗുലർ ക്ലാസ്സസ് മൂവ് ചെയ്യുന്ന ഞാൻ പറയില്ല. ആര് നമ്മൾക്ക് അഡ്മിഷൻ എടുത്താലും ഞാൻ ഫസ്റ്റ് അവരോട് പറയുന്നത്, മാം ഇറ്റ് ഈസ് ബെറ്റർ നിങ്ങൾ ഒരു ബേസിക്സിന്റെ ക്ലാസ് എടുക്കൂ. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സിന് അത് ബുദ്ധിമുട്ടാണ്, കുട്ടിക്ക് അത് കിട്ടിയില്ലെങ്കിൽ. കുട്ടി നമുക്ക് മനസ്സിലാവണം. നമ്മൾ അപ്പൊ അതുകൊണ്ടാണ് ഡെമോ ക്ലാസ് എന്ന് പറയുന്നത്. എന്തിനാണ് ആക്ച്വലി എല്ലാവരും ചോദിക്കും 30 minutes അല്ലേ മാം ഡെമോ? 30 minutes എന്ന് പറയുന്നത് എന്താണ്? അതൊരു ലിമിറ്റ് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഒരു കുട്ടിയായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവാൻ എത്രത്തോളം എല്ലാ കാര്യങ്ങളും അറിയാവുന്നുള്ളത്. അത് ക്ലിയർ ആവുന്നത് നമുക്കത് അനലൈസ് ചെയ്ത് അവര് നമ്മളായിട്ട് മുമ്പോട്ട് പോകാൻ, നമ്മളായിട്ടുള്ളൊരു ജേർണി അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബേസിക്സ് അവരെ നല്ല രീതിയിൽ അവരെ കോൺഫിഡന്റ് ആക്കുക എന്നുള്ളതാണ്, അല്ലെ? അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്ക് റെഗുലർ ആയിട്ട് പോകുന്നതിന് ഒരു പ്രശ്നവുമില്ല. നമ്മളും കോൺഫിഡന്റ് ആണ്, അവരും കോൺഫിഡന്റ് ആണ്. നമുക്ക് അവരിൽ നിന്നൊരു റിസൾട്ട് നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ തന്നെ 10th സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക്. നമ്മളിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, അവരുടെ റിസൾട്ട് നമ്മുടെ റിസൾട്ടാണ്. മാത്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ആ ഡിഫിക്കൽട്ടി മാറ്റണം, അല്ലെ? നമ്മളുടെ എല്ലാ ഫാക്കൽറ്റീസും മാത്സ് പഠിപ്പിക്കുന്നതിന്, കെമിസ്ട്രി പഠിപ്പിക്കുന്നതിന്, ഫിസിക്സ് പഠിപ്പിക്കുന്നതിനൊക്കെ അവർക്ക് എല്ലാവർക്കും ഒരു അതായത് കൺസെപ്റ്റ് ക്ലിയർ ആണോ ആദ്യം അവർ ചെക്ക് ചെയ്യും. എന്നിട്ടാണ് അവർ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ സ്നീ എങ്ങനെയാണ് മാത്സ് പഠിപ്പിക്കുന്നത്? ലൈക്ക് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കൺസെപ്റ്റ് അറിയോ, എന്തൊക്കെയാണ് മാത്സിൽ അറിയാം, ആ സ്റ്റുഡന്റിന് എന്തൊക്കെ അറിയും, അത് വെച്ച് നമ്മൾ അങ്ങോട്ട് തുടങ്ങും. ഫസ്റ്റ് ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കൊടുക്കും. ആ ക്വസ്റ്റ്യനിൽ ആ കുട്ടിക്ക് ആ കൺസെപ്റ്റ് വെച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലവർക്ക് കൺസെപ്റ്റ് അറിയാം, ചെയ്യാൻ അറിയത്തില്ല. ചിലവർ കാണാപ്പാടം പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അതേ സെയിം സാധനം തന്നെ കാണാണ്ട് പഠിച്ചിട്ട് ചെയ്യും. മാത്സ് ആണെങ്കിൽ സെയിം പ്രശ്നം ബാക്കി തിയറി സബ്ജക്ട്സിലുണ്ട്. ഒരു കാര്യം കാണാതെ പഠിച്ചു വെക്കും, ഇതാണെന്ന് പറഞ്ഞ് പഠിച്ചു വെക്കും. ഇപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇതാണെന്ന് പഠിച്ചു വെക്കും, അതിന്റെ 5 പ്രിൻസിപ്പിൾസ് ഇതാണെന്ന് പഠിച്ചു വെക്കും. എന്നിട്ട് അപ്പൊ നമ്മൾ കൊടുക്കുന്ന നോട്ട് അല്ലെങ്കിൽ അവർ പഠിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നിട്ട് അവർ പഠിക്കുന്നതായിരിക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീൻസ് ഡെവലപ്മെന്റ് ദാറ്റ് മീൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് തിയറി പോകുന്നത്. എന്നിട്ട് അവിടെ ഒരു 5 പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ട് അടുത്ത 5 പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, ഈ 5 എന്നിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ 5 പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണെങ്കിൽ അത് എഴുതാൻ അറിയില്ല. എന്താണ് വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യനിൽ. വാട്ട് ആർ ദ 5 പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ. അങ്ങനെ വന്നാൽ കഴിഞ്ഞു, ആൻസർ ചെയ്താൽ അറിയില്ല. എന്താ പറയുക പ്രശ്നം? കാണാൻ പഠിക്കാണ്. ലൈക് മെയിൻലി ഇപ്പൊ നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ചാൽ ഫോക്കസ് ചെയ്യുന്നത് ലോജിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. മാത്സ് അങ്ങനെയാണല്ലോ. അപ്പൊ അതേ ഓപ്പറേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യിപ്പിക്കാം. ചിലവരെന്താ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യില്ല, നേരെ ആൻസറിലേക്ക് പോകും. സ്റ്റെപ്പ് എഴുതിയാൻ ചോദിക്കുമ്പോൾ പറയും മാം ഞാൻ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്തതാ, എനിക്ക് വേഗത്തിൽ അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ മൈൻഡ് കാൽക്കുലേറ്റ് മാർക്ക് കിട്ടില്ല അങ്ങനെ പറയും. സോ ഇത് ഇങ്ങനൊരു പ്രശ്നമില്ല. അതായത് ഈ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ എല്ലാം അറിയാം. ഒരു കൺസെപ്റ്റ് മൊത്തം അറിയാവുന്ന ഒരു കുട്ടി, ഓക്കെ, ഇതിനകത്ത് ആ ആൾക്ക് ഒരു കാര്യം ഇങ്ങനെ എഴുതി ഫലിപ്പിക്കാൻ, ഇപ്പൊ 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചാല് ആ ഒരു ടോപ്പിക്കിനുള്ളിൽ ഒരു 5 പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ 5 പോയിന്റ്സ് മാത്രം ചുമ്മാ ഇങ്ങനെ പേര് മാത്രം എഴുതി വെക്കും. 5 മാർക്കിന് എത്ര മാർക്ക് കിട്ടും അവിടെ? കുറച്ചുകൂടി എഴുതണം അല്ലേ? അത് പ്രോപ്പർ ആൻസർ എഴുതണം. സോ നമ്മൾ ചെയ്യാറുള്ള കാര്യം എന്താണ്? അതുകൊണ്ട് ഇപ്പൊ ഒരു കുട്ടി ജോയിൻ ചെയ്ത് ഒരു ഫസ്റ്റ് റിവിഷൻ ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ അവന്റെ ആൻസർ വാല്യൂ ചെയ്യും, എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും. ആ ആൻസേഴ്സ് കറക്റ്റ് അല്ല, പക്ഷെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഇവനെല്ലാം പറയുന്നുണ്ട്. ആൻസർ വന്നപ്പോഴത്തേക്ക് ഇതൊന്നും ഇല്ല. എന്താ സംഭവിക്കുന്നത്? ആൻസർ ഫ്രെയിം ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ്, അവന്റെ ആൻസർ ഓക്കെ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് 1 മാർക്കിന് നിങ്ങൾ ഇത്ര എഴുതണം, 2 മാർക്കിന് ഇത്ര എഴുതണം എന്ന് പറഞ്ഞിട്ട് അതും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ തന്നെ നോട്ട് എഴുതേണ്ട ആൻസേഴ്സ് ഏത് രീതിയിലാണെന്ന് പറഞ്ഞു കൊടുക്കും. അതിന് നമ്മളൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിസ്റ്റമാണ് ആക്ച്വലി പാത്ത് മാസ്റ്ററി. ഓക്കെ, അതായത് എങ്ങനെയാണ് ആൻസർ ഫ്രെയിം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മാർക്കിന് എഴുതേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തെല്ലാം ആൻസേഴ്സ് വരണം എന്നുള്ളതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പാത്ത് മാസ്റ്ററി. അല്ലെ? അപ്പൊ അത് ഇപ്പൊ കുട്ടികളൊക്കെയാണ്, പുറത്തുള്ള കുട്ടികൾക്ക് ഇപ്പോഴാണല്ലോ എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവര് എന്താ പറയാ, ഭയങ്കര നെർവസ് ആണ്. ഭയങ്കര നെർവസ് ആയിട്ട് മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ കെയർലെസ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം. നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾ, സ്നേഹ ക്ലാസ് എടുക്കുന്ന കുട്ടിയില്ലേ, അവളുടെ പ്രശ്നം എന്താണ്? ഫുൾ മാർക്സ് ആണ് അല്ലെ? എല്ലാ സബ്ജക്ട്സിനും ഫുൾ മാർക്സ് ആണ്, പക്ഷെ മാത്സിന് മാത്രം മാർക്കില്ല. എക്സാം ഉണ്ടായിരുന്നു. അവളുടെ പ്രശ്നം, ഞാൻ ആ കുട്ടിക്ക് 2 പ്രാവശ്യമാണ് ഹൗ ടു അവോയ്ഡ് കെയർലെസ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓറിയന്റേഷൻ കൊടുത്തത്. എന്റെ ഫസ്റ്റ് ഒരു അവറിന്റെ ഓറിയന്റേഷൻ കഴിഞ്ഞ ആ കുട്ടിക്ക്, അതായത് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ അവളുടെ അമ്മ എന്നോട് പറഞ്ഞു, മാം ഇതാണ് പ്രശ്നം. സോ എനിക്ക് അവളോട്, അപ്പൊ അവളുടെ അമ്മ ചോദിക്കുന്നു, മാം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു യെസ്, നമുക്കത് ചെയ്യാം. ഞാനൊരു എന്നുവെച്ചാൽ അവൾക്കൊരു ചെറിയൊരു ഓറിയന്റേഷൻ എടുത്തു, ഹൗ ടു അവോയ്ഡ് കെയർലെസ് മിസ്റ്റേക്സ്. ഫസ്റ്റ് അവർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവളുടെ ടെൻഷൻ മാറി. അതായത് മാത്സ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാന്നുള്ളത്. അവളുടെ അമ്മ അന്ന് പോയിട്ട് തന്നെ വീണ്ടും എന്നോട് പറഞ്ഞു, മാം നാളെ ഒന്നും കൂടി ഇതൊന്ന് എടുക്കുമോ എന്ന്. അത്രമാത്രം അവൾ ഇതിനകത്ത് സഫർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു സൺഡേ ആണ് എടുത്തു കൊടുത്തത്. ഒരു സൺഡേ എനിക്ക് തോന്നുന്നു നൈറ്റിൽ എന്തോ ഒരു 1 അവറും കൂടി ഞാൻ ഈ സെയിം കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമുക്കൊരു ചാർട്ട് ഉണ്ട്, നമ്മൾ മറ്റേ കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് എല്ലാ ദിവസവും ഫോളോ ചെയ്യേണ്ട ഒരു ചാർട്ട്. മാത്സ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്സിന് ഡിഫിക്കൽട്ടി ആണ്, അല്ലെങ്കിൽ കെയർലെസ് മിസ്റ്റേക്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഫൺ ചാർട്ട് ഇസ് ദെയർ. അത് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ടെൻസ്ഡ് ആണ്. എക്സാമിന് അന്ന് രാവിലെ ലൂസ് മോഷൻ വരും, വോമിറ്റിംഗ് വരും, പനി പിടിക്കും. എക്സാമിന് അന്ന് രാവിലെ എണീക്കുമ്പോൾ പനിയായിട്ട് എണീക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. സോ അവിടെ എന്താണ് നമ്മളിപ്പോ അവരോട് പറഞ്ഞ, അവർക്കും ഇതേപോലെ തന്നെ എങ്ങനെ ആൻസൈറ്റി അവോയ്ഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ കുട്ടികൾക്ക് ഓറിയന്റേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു കുട്ടി ഒരു മന്തില് 26 വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്കുള്ളത് അല്ലെ? സൺഡേസ് ഓഫ് ഡേ ആണ്. അപ്പൊ ഒരു 26 വർക്കിംഗ് ഡേയ്സിൽ അറ്റ്ലീസ്റ്റ് ഫോർ 1 അവർ ആണ് ഒരു കുട്ടി നമ്മൾക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ 1 അവർ കൂടാതെ, അതായത് ആ 26 hours കൂടാതെ എക്സ്ട്രാ ഒരു അവറും കൂടി എടുത്തിട്ട് ഇങ്ങനത്തെ കൺസേൺസ് നമ്മൾ ക്ലിയർ ചെയ്യും. അതായത് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ എത്ര കുട്ടികൾക്ക് നമ്മളിപ്പോ അത് കൊടുക്കുന്നു. അപ്പൊ അത് കഴിയുമ്പോൾ പറയുന്നത്, മാം അന്നത് പറഞ്ഞതിന് ശേഷം, അപ്പൊ നമ്മൾ പറയും ഇത് കേട്ടിട്ട് ടെൻഷൻ ആവരുത്, നമ്മളെങ്ങാനും പറഞ്ഞു അയാൾ പറയും, മാം അന്ന് എന്നോട് അത് പറഞ്ഞതിന് ശേഷം എനിക്ക് ടെൻഷനേ ഇല്ല, എനിക്കിപ്പോ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് പറയാറുണ്ട് നമ്മളോട്. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഇപ്പോഴും സ്റ്റുഡൻസിന് ഇപ്പൊ കുറെ നാളായിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ഇപ്പൊ എങ്ങനെയാണ് മാത്സിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഹാപ്പി ആണല്ലോ. സ്നേഹം അത് മനസ്സിലായിട്ടുണ്ടാവും. അവരുടെ ഫസ്റ്റ് ടെസ്റ്റ് എഴുതിയ പോലാണോ അവരിപ്പോ ടെസ്റ്റ് എഴുതുന്നത്? അല്ല. അത് തന്നെയാണ് ഞാൻ ക്ലിയർ ആയിട്ട്. അതായത് ഞാൻ ചെറിയ കുട്ടികളെ, ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് മാത്സിന് പഠിപ്പിക്കുന്ന സമയത്ത് അവര് പറയും, സ്റ്റെപ്പ് എഴുതിയോ, ഇത് എഴുതണം കേട്ടോ, അടുത്ത സ്റ്റെപ്പ് ഇത് എഴുതണം കേട്ടോ, എന്നിട്ട് എഴുതണം ദ ടോട്ടൽ ഇസ് ദിസ് എന്ന് എഴുതണം. അപ്പൊ പറയും, മാം ഞാൻ സ്റ്റെപ്പ് ഒന്നും എഴുതിയിട്ടില്ല, എനിക്ക് മൈൻഡ് കാൽക്കുലേഷൻ ഓക്കെ ആണ്, എനിക്ക് സ്റ്റെപ്പ് വേണ്ട, ഞാൻ പെർഫെക്റ്റ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് വലിയ വലിയ ക്ലാസ്സുകളിലോട്ട് പോകുമ്പോഴത്തേനാണെങ്കിലും ഒക്കെ ഇത് ആവശ്യമാണ്. എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നതിന് മെത്തേഡ് ഈസ് ദെയർ. അത് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ലേണിംഗ് എന്നുള്ളൊരു പാത്തിലേക്ക് വരുന്നത് അല്ലെ? ലേണിംഗ് സിമ്പിൾ ആയിരിക്കണം, ലേണിംഗ് ഈസി ആയിരിക്കണം, നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ പാത്തിൽ കൂടെ ആയിരിക്കണം പോകുന്നത്. അത് ഇതിനകത്ത് എന്താ പറയാ, ഷോർട്ട് കട്ട്സ് വേണ്ട. നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ അവിടെ ഷോർട്ട് കട്ട്സിന്റെ ആവശ്യമില്ല അല്ലെ? ഷോർട്ട് കട്ട്സ് വേണ്ട.
കോപ്പി കേറുമ്പോ നമ്മളോട് ചോദിക്കും മാം സിമ്പിൾ ആയിട്ട് പറഞ്ഞോളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞോളൂ, അന്നേരം മനസ്സിലാവുള്ളൂ. അങ്ങനെ പറയും. അതായത് മാം ഇതൊന്നും, അതായത് ഇപ്പൊ ഒരു ഹിന്ദിയൊക്കെ സ്റ്റോറി ആണെങ്കിൽ മാം ഇതെല്ലാം കൂടെ വെച്ചിട്ട് മാം ഒരു സമ്മറി പറഞ്ഞാൽ മതി. കാര്യമില്ല. സി ആ ഹിന്ദിയിൽ എല്ലാ വേർഡ്സും നമുക്കറിയാവോ? എനിക്ക് എല്ലാ വേർഡ്സും അറിയത്തില്ല. സി എങ്ങനെയാ അത് ഇമ്പ്രൂവ് ആവുക? അതായത് വൊക്കാബുലറി ഹിന്ദിയിലും ഇമ്പ്രൂവ് ആവണമെങ്കിൽ ഓരോരോ വേർഡ്സ് പഠിച്ചു പഠിച്ചു പോകണം. തലാഷ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം അറിയോ? തലാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നുള്ളതാണ് തലാഷ് എന്ന വേർഡിന്റെ മീനിങ്. മുഷ്കിൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? യെസ്, എന്നുവെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ദുഷ്കരമായ എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ സമ്മറി പറഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അതിന്റെ വേർഡ്സ് കിട്ടുക, അല്ലെങ്കിൽ മീനിങ് എന്താ പറയാ, വൊക്കാബുലറി എങ്ങനെ ഇമ്പ്രൂവ് ആവുക ഹിന്ദിയിൽ? ഒന്നും സംഭവിക്കത്തില്ല അല്ലേ. എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി 2 വർഷത്തേക്കല്ലേ ഉള്ളൂ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അങ്ങനെയല്ല, നമുക്ക് എല്ലാം ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ട് കട്ട്സ് ഫോളോ ചെയ്യരുത് ഒരിക്കലും. ഷോർട്ട് കട്ട്സ് ചൂസ് ചെയ്യില്ല. പേരൻസ് ആണെങ്കിലും അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും എനിക്ക് ഇതിന്റെ ഷോർട്ട് കട്ട്സ് മതി എന്നുള്ള ഒരു മെത്തേഡിലേക്ക് പോകാൻ പാടില്ല. അതെ അതെ, നമ്മളിപ്പോ കുട്ടികളെ നല്ല ബിൽഡിംഗ് ആയിട്ട് ഇപ്പൊ അതുകൊണ്ട് ആരും ചോദിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ പഠിപ്പിക്കുമ്പോ മാം മാർക്ക് ചെയ്യേണ്ടത് പറഞ്ഞോളൂ കേട്ടോ, അത് ആദ്യമേ പറയും. ഇപ്പൊ അത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കുറച്ച് കാര്യം പഠിപ്പിക്കുമ്പോൾ അത് മാർക്ക് ചെയ്ത് വരികയാണെന്ന് വെച്ചോ, അത് ഇടയ്ക്ക് എവിടെയെങ്കിലും വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും, ഇത് മാർക്ക് ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞാനിങ്ങനെ പറയുമ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയും, മാം തൊട്ട് മുമ്പ് പറഞ്ഞതിനകത്ത് മാം എന്നോട് പറഞ്ഞില്ലല്ലോ മാർക്ക് ചെയ്യാ എന്ന് പറയും. സി അവർ അത്രമാത്രം ഓക്കെ ആയി. ഇപ്പൊ എനിക്കത് ഭയങ്കര കോൺഫിഡന്റ് ആണ് ഞാൻ. ബിക്കോസ് നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കേട്ട് നമ്മൾ കൊടുക്കുന്ന എന്താ പറയാ ആ ഒരു മെന്റർഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മളുടെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ കുട്ടികളും മൂവ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര പ്രൗഡാണ് ആ കാര്യത്തില്. പാരന്റ്സ് ഓൾസോ സി അവര് തരുന്നൊരു ഫെയ്ത്ത് ഇല്ലേ, ആ പാരന്റ്സ് തരുന്നൊരു ഫെയ്ത്ത്, നമ്മളുള്ളൊരു ട്രസ്റ്റ് ഉണ്ട് അവർക്ക്. അവര് ഇപ്പൊ വർക്കിംഗ് പാരന്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ പോയാലും അവർ അടുത്തൊരു 2 hours മാമിന്റെ ക്ലാസ്സിൽ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളൊരു തോട്ട് അല്ലേ. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സക്സസ്. നമ്മുടെ മെയിൻ ടീമിന്റെ ഒരു എയിമും ട്രസ്റ്റ് ആണ്. സി നമ്മൾ എന്നാൽ തന്നെ ചിലർ പറയും, ചില ആൾക്കാർ നമ്മളോട് പറയും, മാം ഇങ്ങനെ, അതായത് ഒരു എന്തെങ്കിലും ഈ സ്ക്രീൻ ടൈം അഡിക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അവോയ്ഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ കൊള്ളായിരിക്കും എന്ന് പറയും. നമ്മളിപ്പോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് ആക്ച്വലി, കുട്ടികളെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് നമുക്കൊരു കമ്മിറ്റഡ് ആയിട്ട്, അതായത് സി ഒരു കുട്ടി അവനോട് തന്നെ കമ്മിറ്റഡ് ആണോ ആദ്യം അല്ലേ. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് സിവിൽ സർവീസ് പഠിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് പറ്റിയ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഞാൻ ചെറുതിലെ മുതൽ ന്യൂസ് പേപ്പർ വായിക്കത്തില്ല. പക്ഷെ എന്റെ അതായത് ഗ്രാൻഡ് ഫാദർ ഉണ്ട്, നല്ല പ്രായമാണ്, എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കും. അത് അവർക്കറിയാം. ഒരു 2 hours ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നിലത്ത് ഇങ്ങനെ പത്രം വിരിച്ചിട്ടിട്ട് ഇങ്ങനെ കുത്തി ഇരുന്ന് ഇങ്ങനെ വായിക്കുന്ന കാണാൻ പറ്റും നമുക്ക്. സി നമുക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ പഠിക്കാൻ വന്ന സമയത്ത് സിവിൽ സർവീസിലേക്ക് പോയപ്പോൾ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് പത്രം വായിക്കാൻ പറ്റുന്നില്ല. എന്താ? ഹാബിറ്റ് ഇല്ല. എന്നാൽ ചെറുതിലെ ഞാൻ വായിച്ചാലോ, ഞാനൊരു 6th grade മുതൽ ഞാൻ പത്രം വായിച്ചാലോ ഞാൻ ഓക്കെ അല്ലേ. സോ ഒരു കുട്ടി പെട്ടെന്ന് +2 കഴിയുമ്പോൾ വന്നിട്ട് എനിക്ക് പൈലറ്റ് ആവണം അല്ലെങ്കിൽ എനിക്ക് IPS ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പാത്തിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, ഇല്ലെന്നല്ല, പോകും. അത് ആ ഒരു ഡിറ്റർമിനേഷൻ അപ്പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകും. പക്ഷെ ഒരു കുട്ടി എന്താവണം എന്നുള്ളത് അവൻ ജനിക്കുമ്പോഴേ ഇങ്ങനെ ഞാൻ ഇതാകാന്ന് അവന്റെ അപ്പനും അമ്മയും പറയുന്നില്ല. എപ്പോഴാണ്, അതായത് അവന്റെ ഒരു ഗ്രാജുവൽ പ്രോസസ്, അവൻ എന്താവണം എന്നുള്ളത് അല്ലെ, ഒരു പ്രോസസ്സാണ്. എപ്പോ ഇത് സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കണം. ആ കുട്ടിക്ക് അവനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് അവൻ എന്താകണമെന്ന് അവൻ തീരുമാനിക്കുന്നത്. ഫിക്സ് ചെയ്യുന്നില്ല. എനിക്ക് ആരാകണം എന്നോട് ചോദിച്ചാല് എനിക്ക് പറയാനൊരു കാര്യമില്ലായിരുന്നു, സത്യമായിട്ട് എനിക്കില്ലായിരുന്നു. പക്ഷെ എനിക്ക് ടീച്ചിങ്ങിനോട് ഇഷ്ടമുണ്ടെങ്കിലും ടീച്ചിങ്ങിലോട്ട് എനിക്ക് എങ്ങനെ വരാം അതെനിക്കറിയത്തില്ല. ടീച്ചിങ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ടീച്ചിങ്ങിലോട്ട് എങ്ങനെ വരണമെന്ന് എന്റെ ഒരു +2 കഴിയുന്നതിന് വരെ എനിക്ക് അറിയത്തില്ല. അപ്പോഴും ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ എനിക്ക് ഗ്യാപ്പ് കിട്ടിയൊന്നുമില്ല. നേരെ സിവിൽ സർവീസ് എന്നുള്ളൊരു ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഞാനങ്ങ് പോവായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റും കൂടി അല്ലേ, PG ചെയ്തു. അപ്പോഴൊന്നും എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്. അത് അപ്പോഴെനിക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് വരുന്നില്ല, ബിക്കോസ് അപ്പോഴത്തേക്ക് എന്റെ എയിം മാറി. സോ ഇങ്ങനെയാണ് പോകുന്നത്. നമുക്കൊരു പ്രോപ്പർ ഇപ്പൊ ടീച്ചറാണ്, നാളെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അടുത്ത ദിവസം സിവിൽ സർവീസ് ആണ് എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ പറയുന്നത്, ഇപ്പൊ പറയുന്നത് മാം എനിക്ക് പൈലറ്റ് ആവണം,
എന്നാണ് ഇപ്പൊ പറയുന്നത്. സി അത് മോസ്റ്റ് ഓഫ് ദ എല്ലാ സ്റ്റുഡൻസ് നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ആൺകുട്ടികളും പറയുന്നത് ആരാവണം നിനക്കെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പൈലറ്റ് ആവണമെന്നാണ് പറയാം എല്ലാവരും. അപ്പൊ ഞാൻ ചോദിക്കും ഇതെന്താ ഇങ്ങനെ, എന്റെ പ്ലാറ്റ്ഫോമിലെ കുട്ടികൾക്ക് എല്ലാവർക്കും പൈലറ്റ് ആവണമല്ലോ. അപ്പൊ എന്നോട് പറയും അപ്പൊ അവർക്ക് ഇങ്ങനെ പേരൻസായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടായിരിക്കണം അവരൊക്കെ ആണെങ്കിലും ഇങ്ങനെ പറയും മാം ഒക്കെ എപ്പോഴെങ്കിലും ഞാൻ ഓടിക്കുന്ന ഫ്ലൈറ്റിൽ കയറിയാലോ എന്നിങ്ങനെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ അപ്പൊ പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രോസസ് അല്ല ഒരു കുട്ടി എന്താണെന്നുള്ളത് ഇന്നിങ്ങോട്ട് വന്നിട്ട് അവനത് പറ്റത്തില്ല. ഓക്കെ, അതൊരു ഗ്രാജുവൽ പ്രോസസ് ആണ്. അപ്പൊ അവനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം ആദ്യം, പിന്നെ അവന്റെ ഫാമിലിയോട്, അവന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെ അവന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന അവന്റെ പേരൻസിനോട്, അവന്റെ സൊസൈറ്റിയോട് അവന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. എനിക്ക് ഉള്ള ഒരു ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് പാരന്റ്സിനോട് എന്താ പറയാനുള്ളത്? കാരണം നമ്മളെ പാരന്റ്സ് കുറെ വട്ടം കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ ചില പാരന്റ്സിനോട് നമുക്ക് കുറെ പറയാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി പാരന്റ്സിന് ഒരു ഓറിയന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് പാരന്റ്സിനോട് പറയാനുള്ളത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് മാം ഇത് ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പറ്റില്ല മാം, ടൈം പറ്റില്ല, അത് ശരിയാവത്തില്ല. ബിക്കോസ് അത് ചെയ്യുന്നു മാം, ഇത് ചെയ്യുന്നു, കളിക്കാൻ പോകുന്നു മാം, എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ഇനി മാറ്റുക, എന്നെ കൊണ്ടാവുന്ന എല്ലാം ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോ എന്ത് എന്നെ കൊണ്ടാവുന്ന എല്ലാം. ഒരു കുട്ടീനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക. ഗൈഡിങ് ഈസ് ഇൻ ദ സെൻസ് നമ്മൾ ഒരു കുട്ടീനെ അടുത്ത് അവനടുത്ത് നീ അങ്ങോട്ട് മാറിയിരുന്ന് പഠിച്ചേ എന്നല്ല. എടാ അത് ചെറിയ പ്രായത്തിൽ തുടങ്ങേണ്ടതാണ്. നമ്മൾ കുട്ടികൾക്ക് കുറച്ചൊരു 7th ഗ്രേഡ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, അവരുടേതായ ഒരു പ്രായപൂർത്തിയാവുന്ന ഒരു ടൈമാണ് അല്ലെ. ആ ഒരു ടൈം വരുമ്പോൾ അവരുടേതായിട്ടുള്ള ചേഞ്ചസ് സ്വഭാവത്തിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും ഒക്കെ ചേഞ്ചസും അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ടൈമാണ്. അന്നേരം വന്നിട്ട് അവർക്ക് ആ ചേഞ്ച് വരുന്ന ടൈമിൽ വന്നിട്ട് നന്നാക്കാൻ നിൽക്കുന്നത് കുറച്ചുകൂടെ പാടായിരിക്കും. സോ അത് ഏറ്റവും ബിഗിനിങ് ആ തുടക്കത്തിൽ തന്നെ തുടങ്ങുക. അതായത് ഇപ്പൊ ഒരു റീഡിങ് ഹാബിറ്റ് ആണെങ്കിൽ നമ്മൾ ചെറിയ ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക അല്ലെ, വാങ്ങി കൊടുക്കുക. സ്റ്റോറി ബുക്സ് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പൊ ഫോൺ എന്നല്ലല്ലോ ഏറ്റവും എന്താ പറയാ ഒരു കുട്ടീന്റെ ബോറടി മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഫോണല്ല. ഫോൺ കൊടുക്കാതിരിക്കുക. കൊച്ചു കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുമ്പോൾ കാർട്ടൂൺ കാണണ്ട, സംസാരിക്കൂ, അല്ലെങ്കിൽ ടിവിയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കൂ. ഫോണിൽ കാണണ്ട, ടിവിയിൽ കണ്ടോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ തന്നെ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും, സൈക്കിളെ ഓട്ടട്ടെ, വീണാൽ എന്താ കുഴപ്പമില്ല, മണ്ണിൽ കളിക്കട്ടെ. പേരൻസിന് പേടിയാണ്, മണ്ണിൽ കളിക്കട്ടെ, എന്താണ് മണ്ണെന്ന് മനസ്സിലാക്കട്ടെ. സോ അങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ എന്ന് വെച്ചാൽ നാട്ടിൻപുറത്ത് വളർന്ന ആൾക്കാരാണ്. അപ്പൊ നാട്ടിൻപുറത്ത് വളർന്ന ആൾക്കാരെ അല്ലാത്ത ആൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്യല്ല. അപ്പൊ നമ്മൾ എന്തുമാത്രം തവണ വീണിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ മുട്ടെടുത്ത് നോക്കിയാൽ കാലിന്റെ മുട്ട് നോക്കി അറിയാൻ പറ്റിയിരിക്കും നമ്മൾ എന്തുമാത്രം വീണിട്ടുണ്ടാവുന്നുള്ളത്. സോ അങ്ങനെ വരുന്ന കുട്ടികൾ നല്ലതാണെന്നല്ല എന്ന് വെച്ചാൽ അവര് പ്രോപ്പറായിട്ട് പഠിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. മരത്തെ കയറാൻ പഠിക്കണം, മണ്ണിൽ കളിക്കണം, മണ്ണിൽ വീഴണം, സൈക്കിളിൽ ചവിട്ടണം, എല്ലാം ചെയ്യണം അല്ലെ. സോ പേരൻസ് പ്രൊവൈഡ്, അതായത് ഒരു കുട്ടീനെ സ്കൂളിൽ വിട്ടു ക്യാഷ് മുടക്കി പഠിപ്പിക്കും. ഞാൻ എല്ലാ പേരൻസിനോടും പറയും, നിങ്ങൾ ഒരു 1 hour ഒരു കുട്ടീനെ ഒരു സെഷൻ ഇരുത്തുമ്പോൾ റൂം അടച്ചിട്ട് ഇറങ്ങി പോവരുത്. ക്ലാസ് കഴിഞ്ഞു, അല്ലെങ്കിൽ ക്ലാസ് ഇനി 1 hour കഴിഞ്ഞിട്ടല്ലേ കഴിയുള്ളൂ, അപ്പോഴത്തേക്ക് സീരിയൽ കണ്ടിട്ട് വരാം, 1 hour കഴിയുമ്പോഴത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോവരുത്. ഞാൻ എല്ലാ പേരൻസിനോടും നീ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പറയാറുള്ളതാണ്, അവിടെ ഇരിക്കണം അല്ലെ, അവൻ അവിടെ ഇരിക്കണം. ഓൺലൈൻ പ്ലാറ്റ്ഫോം വാട്ടെവർ ചെറിയ കുട്ടികളുടെ പാരന്റ്സ് ഇരിക്കുന്നുണ്ട്, അവരടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ നോട്ട്സ് ഒക്കെ കാണിച്ചു കൊടുക്കും, പറയിപ്പിക്കും, പഠിപ്പിക്കും, എല്ലാം ചെയ്യും, സെൻഡ് ചെയ്ത് തരാം. അപ്പൊ തന്നെ മാം ഇത് ഓക്കെ ആണോ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, ഇത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ആക്ച്വലി നമ്മളുടെ കുട്ടികൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളതുപോലെ തന്നെ പാരന്റ്സിനും ഉണ്ട്. ഷുവർ ആയിട്ടും പാരന്റ്സിനോട് എന്താ പറയാനുള്ളത് വെച്ചാൽ, പാരന്റിങ് അത് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കുട്ടികളെ വളർത്തുന്നുണ്ട്, പക്ഷെ നമ്മളത് പ്രോപ്പർ വേയിലായിരിക്കണം. നമ്മളുടെ കുട്ടി നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവൻ എന്താണെന്ന് അവൻ തീരുമാനിക്കട്ടെ എന്ന് പറയരുത്. അവൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ഈ കാലത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പോകും അല്ലെ. നമ്മൾ ആക്ച്വലി നമുക്കൊരു ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് എപ്പോഴൊക്കെ സ്റ്റക്ക് ആയി പോയത് അല്ലെ. സോ പ്രോപ്പർ ഗൈഡൻസിൽ അത് അവന്റെ ഇഷ്ടം എന്താണ്. ഇപ്പൊ അവനൊരു ഇൻസ്ട്രുമെന്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, ഗിറ്റാർ വായിക്കാൻ അറിയാം, എന്താ പറയാ ഓർഗൻ വായിക്കാൻ അറിയാം. ചില പാരന്റ്സ് സപ്പോർട്ട് ചെയ്യും, പക്ഷെ ചില പാരന്റ്സ് സപ്പോർട്ട് ചെയ്യില്ല ചില ആളുകൾ. അപ്പൊ അവന്റെ ഇഷ്ടം മനസ്സിലാവും. ചിലപ്പോ അങ്ങനെ ആയിരിക്കും അവന്റെ കരിയർ ബിൽഡ് ആവാൻ പോകുന്നത് അല്ലെ. ചിലപ്പോ അവനോട് ചെറുതിലെ അവന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുക, അവന്റെ കൂട്ടുകാരെന്താണെന്ന് മനസ്സിലാക്കുക, നല്ല കൂട്ടുകാരാണോ, അവന്റെ ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ നല്ല കൂട്ടുകാരല്ലെങ്കിൽ അവരെ കളയാനല്ല, അതില് എന്താണ് അവരെ പ്രോപ്പറായിട്ട് ഒരു കുട്ടി ഇപ്പൊ നമ്മളുടെ കുട്ടിയാണ് ഇതുപോലെ വേറൊരാള് പറയുന്നെങ്കിൽ നമുക്കത് വിഷമം ഉണ്ടാവില്ല. അപ്പൊ ആ കുട്ടികളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക. പാരന്റ്സ് കുറെ പറയല്ലോ, മാംമാർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക. സ്കൂളിൽ പോയിട്ട് വരുമ്പോ എല്ലാ ദിവസവും വിശേഷങ്ങൾ ചോദിക്കുക,
പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും എടാ ഇന്ന് എന്താ സ്കൂളിൽ, ഇന്ന് എന്തൊക്കെയാ വിശേഷം, ഇന്ന് എന്തൊക്കെയാ പഠിപ്പിച്ച, പെൺകുട്ടിയാണെങ്കിൽ ഇത് തന്നെ. പക്ഷെ ചില കുട്ടികളുണ്ട് കേട്ടോ, അതായത് മാം ഇന്ന് എന്റെ അമ്മയ്ക്ക് ഫ്രീ ആണ്, ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കുകയായിരുന്നു, അമ്മയുടെ കൂടെ കിടക്കായിരുന്നു എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുണ്ട് മോസ്റ്റ്ലി അബ്രോഡുള്ള ആണ്. അപ്പൊ അവിടെ എന്താണ് ആ കമ്മിറ്റ്മെന്റ് ഇസ് ദയർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ കുട്ടികൾ അങ്ങനെ തന്നെ ആവണം. സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം, അമ്മ ചെയ്യുന്ന ജോലി, അമ്മ ഒരു ദിവസം ഒരു വീട്ടിലെ ജോലി ചെയ്യുമ്പോൾ അമ്മ ഇത്രയും ജോലി ചെയ്തിട്ടാണ് എന്നെ ഇന്ന് സ്കൂളിൽ വിട്ടേക്കുന്നതെന്ന് ചിന്തിക്കണം. അത് ചിന്തിക്കണം. തിരിച്ചു വരുമ്പോൾ അമ്മയെ കാണണമല്ലോ എന്നുള്ള ഇന്റൻഷനിലായിരിക്കണം കുട്ടി മടങ്ങി വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ തന്നെ പഠിക്കാണ്ടിരിക്കുന്ന ഓരോ സമയത്തും ചിന്തിക്കണം, എന്റെ ഫാദർ ആൻഡ് മദർ ഇത്രമാത്രം എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. എന്നോടത്ത് ഒരു കുട്ടി പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കല് ഞാൻ ഉറങ്ങുമായിരുന്നു, അപ്പോ എന്റെ അമ്മ ഇങ്ങനെ എന്തോ പറയുന്നത്, ലൈക്ക് അവൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്, അതവിടെ മാറ്റി വെച്ചേക്കൂ എന്ന് പറയുന്നത്. പക്ഷെ അവൾ ഉറങ്ങുമല്ലായിരുന്നു. ആ ഒരു കാര്യം അവൾക്ക് ഉണ്ടാക്കിയ ഒരു ഇംപ്രഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ ആ ഒരു ത്രൂ ഔട്ട് ദ ക്ലാസ് അവൾ എന്നോട് അതൊരു 50 times എങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവൾ എന്നോട് പറയാം, മാം ഞാനിപ്പോ ഇതൊരു 50 times പറഞ്ഞിട്ടുണ്ടാവില്ലേ, അവളെ എന്നോട് ചോദിച്ചാണ്. ബിക്കോസ് അങ്ങനെ ഒരു അതെന്ന് വെച്ചാൽ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരു കാര്യം, നല്ലൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാല് അത് ഭയങ്കരമായിട്ട് നമുക്ക് ചേഞ്ച് ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ ഈ സെയിം സാധനങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ അമ്മ അല്ലെങ്കിൽ അപ്പൻ നമ്മളെടുത്തിട്ട് കുഞ്ഞുറങ്ങുക അല്ലെങ്കിൽ മോൻ ഉറങ്ങുക എന്നൊക്കെ പറയില്ലേ. അതെന്തെങ്കിലും വാട്ടോ പറയാം, എന്തോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടുന്ന് നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോഴും അങ്ങനെ ഇടയ്ക്ക് അവർ പറയും കുഞ്ഞുറങ്ങുക അല്ലെങ്കിൽ മോൻ ഉറങ്ങുക, അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സംഭവം വരത്തില്ലേ? നിനക്കത് വരാറില്ലേ? ഓൾറെഡി ഇന്നലെ നമ്മൾ സംസാരിച്ചില്ലേ, ഇന്നലെ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലേ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, പപ്പ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ആ ഒരു കാര്യം അതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ എങ്ങനെ നമ്മളുടെ കുട്ടീനെ മാനേജ് ചെയ്യുന്നു, അവർക്കുള്ള വിശ്വാസം, ട്രസ്റ്റ് ആണ് അത്. പേരൻസിന് കുട്ടീന്റെ അടുത്തും കുട്ടിക്ക് പാരന്റിന്റെ അടുത്തും ഒരു നല്ല ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെങ്ങും പോവില്ല, പ്രോപ്പർ പാത്തായിരിക്കും. ഇപ്പൊ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു പറയണില്ല പാരന്റ്സിന്റെ അടുത്ത്, പല കാര്യങ്ങളും പറയാത്തത് കൊണ്ടാണ് മെയിൻ പ്രോബ്ലം. പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സീനില്ല. ഇല്ല എന്നുവെച്ചാല് ഇപ്പൊ എന്തോ തന്നെ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇന്നെന്താ സ്കൂളിൽ നടക്കുന്നതെന്ന് എല്ലാ ദിവസവും ചോദിക്കണം അല്ലെ? അങ്ങനെ വരുന്ന കുട്ടി ഒരു 10 ദിവസം പറഞ്ഞു, 11ാമത്തെ ദിവസം എന്തോ ഒരു ഇൻസിഡന്റ് ഉണ്ടായാല് മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് പറയുന്ന സമയത്ത് ഒരു ഡൗട്ട് വരും, ഇതിപ്പോ പറയണോ എന്നുള്ളൊരു ചിന്ത. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും എന്തോ ഒളിച്ചു എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ ഇത് പറയുന്നില്ലെങ്കിലോ എങ്ങനെ ഐഡന്റിഫൈ പറ്റത്തില്ലല്ലോ. സോ അതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് എത്ര ട്യൂഷൻ ക്ലാസ്സിൽ വിട്ടാലും ഏത് പ്ലാറ്റ്ഫോമിൽ വിട്ടാലും ശരിയാവത്തില്ല. കമ്മിറ്റ്മെന്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് എക്സാം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ പാരന്റിന്, ഇപ്പൊ ചില കുട്ടികൾക്ക് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് എക്സാം നടക്കാൻ നമ്മൾ എന്താ ചെയ്യുക, എല്ലാ പാരന്റിനും ഒരു മെസ്സേജ് അയക്കും. അതായത് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നു കുട്ടിക്ക് ഈ ദിവസം ടെസ്റ്റ് ആണ്. അപ്പൊ അമ്മ എന്ത് ചെയ്യണം? അമ്മ നോക്കണം അവൻ പഠിക്കുന്നുണ്ടോന്ന്. എന്നിട്ട് ഞാൻ അവരോട് പറയും, നിങ്ങൾ നോക്കണം പഠിക്കുന്നുണ്ടോന്ന്. പഠിക്കുന്നില്ലെന്ന് കണ്ടാ ചോദിക്കണം, റിവിഷൻ ടെസ്റ്റ് ഇല്ലേ, എന്താ നീ പഠിക്കാത്തെ? അപ്പൊ ഓക്കെ ആയില്ലേ? അപ്പൊ അവിടെ മനസ്സിലായി ടീച്ചർ അവിടെ കൺട്രോൾ ഉണ്ട്, ഇവിടെ സെയിം കൺട്രോൾ ഈസ് ഹിയർ അല്ലേ? അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ, അത് ലോക്ക് അല്ല, അതാണ് പ്രോപ്പർ കൺട്രോൾ. റൈറ്റ്. ഇപ്പൊ നമ്മളുടെ കുട്ടീനെ എങ്ങനെയായിരിക്കും കൺട്രോൾ ചെയ്യുക? അതായത് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് മസിൽ പിടിച്ചാൽ അങ്ങനെയൊന്നും പിള്ളേരെ വളർത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഒന്നും ഒട്ടും പറ്റത്തില്ല അല്ലെ? ഇപ്പൊ ജനിച്ചു വീഴുന്ന പിള്ളേർക്ക് പോലും എന്താണ് AI എന്നറിയാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇൻസ്റ്റാഗ്രാം എന്താണ്, അല്ലെങ്കിൽ എല്ലാം അറിയാം. നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതൊക്കെ എങ്ങനെ പഠിച്ചേ? അപ്പനമ്മയെ പഠിപ്പിച്ചല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് നമ്മൾ പഠിച്ചത് അപ്പനമ്മയെ പറഞ്ഞു തന്നിട്ടല്ല, സ്കൂളിൽ പഠിപ്പിച്ചിട്ടല്ല. അത് പഠിക്കാവുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചോടാ? ദാറ്റ്സ് ഓൾസോ എ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോ പാട്ടുകൾ കറക്റ്റ് ആയിട്ട് പാടും, പുസ്തകത്തിലുള്ള സാധനം പഠിക്കുന്നില്ല. ഹിസ്റ്ററി ജോഗ്രഫി കാണാപ്പാടം പഠിക്കുന്ന ഭയങ്കര അതെല്ലാം പറ്റും, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പറ്റും. സോ നമ്മള് ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത് വെച്ചാല് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്ലാറ്റ്ഫോമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിങ്ങനെ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് വരുമ്പോൾ എൻ്റെ ടീമിലുള്ള ആൾക്കാരായിട്ട് ഞാനത് ഷെയർ ചെയ്യും, ലൈക്ക് എൻ്റെ കൂടെയുള്ള ആൾക്കാരായിട്ട്. അപ്പൊ ചിലപ്പോൾ അവർ പറയുന്നത് മാം തന്നെ മതി, ആ ഒരു വേർഡ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത വേർഡ്. മാം ഇപ്പൊ അവൾക്ക് കഷ്ടപ്പാടില്ല, അവൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ പഠിക്കുന്നത്. ദ സെക്കൻഡ് വൺ, ഇത് കുറേ നാളുകൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണിത്. സ്റ്റിൽ എനിക്ക് അത് ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇത് റിവൈസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചില സമയത്ത് ഭയങ്കര ഡെസ്പ് ആവാറുണ്ട്. എനിക്ക് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ഭയങ്കരമായിട്ട് ഇതായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു പ്രഷർ ഉണ്ടാകുമ്പോൾ, ഹെക്റ്റിക് ആകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും ഇത് എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ. അപ്പം ഞാൻ ഈ സാധനം റിവൈൻഡ് ചെയ്യും.
ഈ വേർഡ്സ്. മോട്ടിവേഷൻ. ഷുവറായിട്ടും വരും. അതുപോലെ തന്നെ നമ്മളുടെ ഫാക്കൾട്ടീസ് ഓൾസോ ഭയങ്കര സോഴ്സ് ആണ് കേട്ടോ. അതായത് അവര് നമ്മളുടെ ഒരു ഭയങ്കര സ്ട്രെങ്ത് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരു 2 hours കരിക്കുലം ട്രെയിനിങ് കഴിയുമ്പോൾ അവർ പറയുന്ന വാക്ക് കേട്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആ സെഷനിൽ ഇരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സ്നീ ഓൾസോ, നീ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് കഴിഞ്ഞപ്പോൾ കണ്ണുനീര് വന്നെന്ന്. അതെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ അല്ല ആക്ച്വലി. ഓരോ ആൾക്കാർ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നത്, അവരോട്ട് നമുക്കൊരു ബന്ധവുമില്ല. ആ ഒരു ട്രെയിനിങ്ങിലാണ് നമ്മളവരെ കാണുന്നത് അല്ലേ. സോ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളോട് ട്രസ്റ്റ് ചെയ്യുന്ന പാരന്റ്സ്, നമ്മളെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, നമ്മളുടെ കൂടെ നിൽക്കുന്ന ഫാക്കൾട്ടീസ് അല്ലേ. സോ അങ്ങനെ ആ ഒരു കണക്ഷൻ അവിടെ പ്രോപ്പറായിട്ട് ഉണ്ടാവണം നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ. അതുപോലെ തന്നെ എൻക്വയറീസ് ആയിട്ട് വിളിക്കുന്ന പാരന്റ്സ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹിന്ദി പഠിപ്പിക്കുന്ന ഫാക്കൾട്ടി നോർത്ത് ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് ആണോ എന്നുള്ളത് അല്ലെ, നമ്മളോട് അങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മൾ ഒരാളെ ഹയർ ചെയ്യുമ്പോൾ പോലും നമ്മൾ അത് ആദ്യമേ മേക്ക് ഷുവർ ചെയ്യും ഇവര് പഠിപ്പിക്കാൻ ഓക്കെയാണ് എല്ലാ രീതിയിലും. സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഓക്കെ, അവർക്ക് ആ പാഷനും കൂടെ ഉണ്ടാവണം. അപ്പൊ സബ്ജക്ട് നോളജ് പ്ലസ് പാഷൻ ആണ് ഒരു നല്ല ടീച്ചറിനെ ബിൽഡ് ചെയ്യുന്നത് അല്ലേ. ആ സബ്ജക്ട് നന്നായിട്ട് അറിയാം, കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ഒരു ഇൻകം എന്നുള്ള രീതിയിൽ വന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ മസിൽ പിടിച്ചിരിക്കുന്ന ഒരാള് ഒരു കുട്ടിയോട് ഇന്ററാക്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് കുട്ടിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു പാഷൻ ഉണ്ടായിരിക്കണം. സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ, എന്ത് ക്വസ്റ്റ്യൻ നമ്മുടെ കുട്ടികൾ എല്ലാവരും ചൈന വാൾ എന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ അല്ലേ, അതായത് എന്താ മാം അങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനത്തെ കുട്ടികളുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഡൗട്ട് പറയാം, ഇപ്പൊ മാത്സ് പഠിക്കുക, ഒരാൾക്ക് ഇതാണ് അല്ലെങ്കിൽ റൈറ്റ് ക്വസ്റ്റ്യൻസിന് അതിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് 5 മാർക്ക് എടുക്കും എന്ന് പറയും. എന്നിട്ട് നമ്മൾ പറയും റോങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് 2.5 മാർക്സ് കട്ട് ചെയ്യുമെന്ന്. അപ്പൊ ചോദിക്കാം എന്തിനാ അങ്ങനെ കട്ട് ചെയ്യുന്നേ, എന്നാ പിന്നെ അത് അറിയാത്ത കാര്യം എഴുതാതിരുന്നപ്പോൾ അങ്ങനെ ചോദിക്കും. അപ്പൊ ഒരു കുട്ടി അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് കോമഡി ആയിട്ട് പറയേണ്ട റെസ്പോൺസ് ആണെങ്കിൽ കോമഡി ആയിട്ട് പറയുകയും ഇന്ററാക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇന്ററാക്ട് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ എന്താണ് നല്ല ഡൗട്ട്സുകൾക്ക് അല്ലെ അതിന് ക്ലിയർ ആയിട്ട് മറുപടി കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ആ പാഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പാഷൻ ഉണ്ടെങ്കിലേ ഒരു നോട്ട് ആണെങ്കിൽ പോലും ഒന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അത് പറ്റത്തില്ല. നമ്മളുടെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ട്യൂട്ടേഴ്സും ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് നോട്ട് കൊടുക്കുന്ന ഫാക്കൾട്ടീസ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾസോ ഇതൊക്കെയാണ് നമ്മളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഐഡിയാസ് ആണ്. നമ്മൾ ഓരോ കരിക്കുലം ട്രെയിനിങ് വെക്കുമ്പോഴാണെങ്കിലും ഒരു ചെറിയ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുമ്പോഴൊക്കെയാണെങ്കിലും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, മാം നമുക്കിത് ഇങ്ങനെ ചെയ്താലോ ബെറ്റർ ആവില്ലേ. ഫാക്കൾട്ടീസ് പറയുന്നതാണ്. അതാണ് വാല്യൂബിൾ. അവരുടെ സൈഡിൽ നിന്നുള്ള വാല്യൂബിൾ ഫീഡ്ബാക്ക് നമുക്ക് ഭയങ്കര അത് നമുക്ക് അത് അവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഓരോ റെസ്പോൺസും ഫാക്കൾട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഓരോ റെസ്പോൺസും നമുക്ക് എന്താണ് നമുക്ക് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ എത്രത്തോളം അത് എഫക്റ്റീവ് ആക്കാമോ, അതിനകത്ത് എന്തെല്ലാം ചേഞ്ചസ് വരുത്താമോ, ഇതിനെല്ലാം ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ എന്താണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എത്രത്തോളം എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഓൺലൈൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്ന അവര് തന്നെ നമ്മൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് മാം ഓൺലൈൻ അല്ലേ പ്ലാറ്റ്ഫോം കൊള്ളാമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കും. ഇപ്പൊ സ്റ്റുഡന്റ് ആദ്യമായിട്ടാണ് ഓൺലൈനിൽ ഹോം ട്യൂഷൻ ആയിരുന്നു, ഓൺലൈനായിട്ടാണ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന പേരൻസ് ഉണ്ട്. അവരെന്താ പറയുന്നത്, അവര് പറയുന്നതും ഇതുപോലെ, അതായത് മാം ഇതുവരെ ഓൺലൈൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, എങ്ങനെയായിരിക്കും എത്രമാത്രം കംഫർട്ടബിൾ ആണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ എന്താ അവരോട് പറയുന്നത്, ഒരു 10 മണിക്കൂർ നോക്കൂ, അടുത്ത 10 ക്ലാസ്സസ് നിങ്ങൾ നോക്കൂ, എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. സോ ആ ഒരു 10 hours എന്ന് പറയുന്നത് കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി, ഇങ്ങനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്ട്രാറ്റജി അല്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. എവിടെയാണോ കുട്ടി കംഫർട്ടബിൾ ആകുന്നത്, എവിടെയാണോ അവൻ്റെ സേഫ് ആയിട്ടുള്ള ലേണിംഗ് കിട്ടുന്നത്, അവിടെയാണ് ഇത് പോസിബിൾ ആവത്തുള്ളൂ അല്ലെ. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതായത് ഒരു ട്രഡീഷണൽ ഹോം ട്യൂഷൻ എന്നുള്ളൊരു സ്റ്റൈല് മാറി, വടി മാറി, പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കൽ, ആൻസേഴ്സ് മാറി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈനിലേക്ക് വരുന്ന ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ ടാഗ് ലൈൻ കൊടുത്തത്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഹോം ട്യൂഷന് പോകുമ്പോൾ കുട്ടികൾ പിന്നെയും പേടിക്കും വടിയുണ്ടെന്ന്. എനിക്കൊരു എൻക്വയറി വന്നു ഒരു ദിവസം, ഒരു പേരന്റ്, അതായത് ഡെമോ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുക, മാഡം സ്ട്രിക്റ്റ് ആവണം, ഇത് തന്നെ പുള്ളി ഇങ്ങനെ മെസ്സേജ് അയക്കുക. സീരിയസ്ലി ഇങ്ങനെ മെസ്സേജ്, സ്ട്രിക്റ്റ് ആവണം കേട്ടോ, വടി കാണിക്കണം എന്ന്. അപ്പൊ ഞാൻ ആക്ച്വലി ആദ്യമേ ഇങ്ങനെ കാമായിട്ടിരുന്നു, ബിക്കോസ് നമ്മൾ ഒരാളോട് ഡീൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. നെക്സ്റ്റ് ഡേ ഡെമോ അറേഞ്ച് ചെയ്ത ടൈം എത്തി, എഗെയിൻ ഇത് തന്നെ പറയാ, വടി കാണിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ആ സാറിന് അങ്ങോട്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചു, സാർ ആക്ച്വലി എന്തിനാണ് നമ്മൾ വടി കാണിക്കുന്നത്? കുട്ടി നമ്മളെ അടുത്ത് കംഫർട്ടബിൾ ആണ്, അവൻ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് വേണ്ട, വടി വേണ്ട, വഴക്കും വേണ്ട. വഴക്ക് ഇതെല്ലാം എന്ന് പറയുന്നത് ഫിയർ ബേസ്ഡ് ആണ്. അവിടെ ഒബീഡിയൻസ് മാത്രം, ലേണിംഗ് ഇല്ല.
അല്ലെ? പേടിച്ചിട്ട് പേടിച്ചിട്ടിരിക്കുക. എന്നെ അടിക്കാനായിട്ട് ഇവിടെ നീ എന്നെ പിടിച്ച് വടി കാണിച്ചോണ്ടിരിക്കുക, ഞാൻ ഇങ്ങനെ അടങ്ങിയിരിക്കും, അനങ്ങാതെ മിണ്ടാതിരിക്കും. പക്ഷെ ഒന്നും ശ്രദ്ധിക്കില്ല. അടി കിട്ടും, ഇപ്പൊ അടി കിട്ടും, മിണ്ടിയിൽ അടി കിട്ടും എന്നുള്ള ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ എന്തെങ്കിലും പറയോ? ഞാൻ ഒന്നും പറയത്തില്ല. അത് കംപ്ലീറ്റ്ലി ഒബീഡിയന്റ് ആണ് അല്ലെ? അതൊരു ഫിയർ ബേസ്ഡ് ആണ് വടി എന്ന് പറയുന്ന ഒരു സാധനം. സോ അവിടെ അതിന്റെ ആവശ്യമില്ല. നമ്മളൊരു കുറഞ്ഞൊരു പീരീഡ് കൊണ്ട് ആക്ച്വലി നമ്മളിപ്പോ ഡെവലപ്പ് ആക്കിയിരിക്കുന്നത് ഒരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം അല്ല, കുറച്ച് ആളുകളുടെ ട്രസ്റ്റും ലവും ആണ് അല്ലെ? സ്നേഹവും തീർച്ചയായിട്ടും. ഒരു ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ മാം എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ഒരു ദിവസം പെട്ടെന്ന് എനിക്കൊന്ന് ഒരു ദിവസം ഒന്ന് ആരോടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാണ്ട് ഇരുന്നപ്പോ വന്ന മെസ്സേജസ്, മാം ഇപ്പൊ ഓക്കെ ആണോ, ഇപ്പൊ എങ്ങനെയുണ്ട്, നമ്മള് അങ്ങനെ ചോദിക്കുന്ന കുട്ടികൾ അല്ലെ? അതാണ് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ആ ഒരു ട്രസ്റ്റും ആ ഒരു ലവും എത്രത്തോളമാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഷുവറായിട്ടും. എനിക്ക് ആക്ച്വലി നമുക്ക് കുറെ കുട്ടികൾ വേണം എന്നുള്ളതല്ല, പെട്ടെന്ന് ഇത് വലുതാക്കണം എന്നുള്ളതല്ല, അങ്ങനെ വേഗത്തിൽ വലുതായിട്ടൊരു പ്ലാറ്റ്ഫോമായിട്ട് നിൽക്കാന്നുള്ള ഒരു എയിം അല്ല. കുറച്ച് കുട്ടികളെ ഉള്ളെങ്കിലും അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, അവരെ എത്രത്തോളം കംഫർട്ടബിൾ ആക്കാം, അവരുടെ ലവ്, അവരുടെ ട്രസ്റ്റ്, ഇത് മാത്രമാണ് നമ്മളുടെ ആവശ്യം. അവരുടെ റിസൾട്ട് മെയിൻ പോയിന്റ് ആണ് ലവ് ആൻഡ് ട്രസ്റ്റ്. ഷുവറായിട്ടും. നമ്മള് വെറുതെ പറയുന്നതല്ല, ഇതിനെല്ലാം എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട് ഫ്രം ഈച്ച് ആൻഡ് എവറി സ്റ്റുഡന്റ് ഇൻ മൈ പ്ലാറ്റ്ഫോം. ഓരോ കുട്ടികളും. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കോൾ ചെയ്യുന്ന ഞാൻ, ഡെമോ എടുക്കുന്ന ഞാൻ, കുട്ടികൾ റെഗുലർ ക്ലാസ്സസ് എടുക്കുന്ന എല്ലാം ഞാൻ തന്നെയാണ്. ആ കുട്ടികളെയാണ് ഇപ്പൊ വേറെ ഫാക്കൽറ്റീസ് ഞാൻ അസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലാസ് കഴിയുമ്പോൾ പേരന്റ് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി വിളിക്കും. എല്ലാ പേരന്റ്സും ഒരു ക്ലാസ് കഴിയുമ്പോൾ ഫീഡ്ബാക്ക് പറയാൻ വിളിക്കും. അപ്പൊ അതിനകത്ത് എല്ലാ ദിവസവും പേരന്റ് വിളിച്ചിട്ട് മാം എന്തുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കും ചില പേരന്റ്സ്. അവർക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, ഉണ്ടോ? അങ്ങനെ ചോദിക്കേണ്ട. എന്നെ റെഗുലർ ആയിട്ട് വിളിച്ചിട്ട് മാം എങ്ങനെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വേറൊന്നുമല്ല, അവര് വിളിക്കുന്ന ഒരു വിളിയാണ്. ഓക്കെ, അവര് നമ്മളെ വിളിക്കുന്ന ഒരു വിളി, അല്ലെങ്കിൽ മാം ഇന്ന് അവൾക്ക് ഇങ്ങനെയാണ് കേട്ടോ, വേറൊന്നും തോന്നരുതേ, അങ്ങനെയാണ്, അല്ലെങ്കിൽ അത് നമ്മളോട് അവർ ഓപ്പൺ ആയിട്ട് പറയുന്ന ആ ഒരു രീതിയുണ്ട് അല്ലെ? നമ്മളോട് ആ ഫ്രാങ്ക് ആണ് ആളുകൾ. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാനിപ്പോ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് എനിക്ക് ഇങ്ങനെ ബോൾഡായിട്ട് സംസാരിക്കും, ഇത്ര ഹാപ്പി ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്റെ പാരന്റ്സിന്റെയും, എന്റെ പ്ലാറ്റ്ഫോമിലുള്ള കുട്ടികളും അതുപോലെ തന്നെ അവരുടെ പാരന്റ്സിന്റെയും ഈ നല്ലൊരു സപ്പോർട്ടാണ്. അതില്ലെങ്കിൽ ഞാൻ ബ്ലാങ്ക് ആണ്. സോ എനിക്കിപ്പോ ഞാൻ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തും എന്റെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ എന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ പാരന്റ്സിന്റെ സപ്പോർട്ടാണ്. ഓക്കെ, അവരുടെ സ്ട്രെങ്ത് നമ്മളാണ്, അവരുടെ വിശ്വാസം നമ്മളിലാണ്, തിരിച്ച് നമ്മൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതാണ് നമ്മളുടെ ഒരു ജേർണി എന്ന് പറയുന്നത്. സ്റ്റിൽ ഇതാണ് നമ്മളുടെ ജേർണി. ഷുവറായിട്ടും. അല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ, വെറുതെ ഒരു എന്താ പറയാ, ചില കുട്ടികൾ ഇങ്ങനെ പേടിച്ചിട്ടൊക്കെയാ വന്നിരിക്കുക ഡെമോയിലൊക്കെ. അയ്യോ മാം എന്താ ചോദിക്കാൻ പോന്നേന്ന് പറഞ്ഞിട്ടിരിക്കും, മിണ്ടത്തില്ല. ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ചേച്ചി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? പേടിക്കണ്ട കേട്ടോ, ഞാൻ ഒന്നും ചെയ്യില്ല അങ്ങനെ പറയും. ഈവൻ കൊച്ചു കുട്ടികൾ പോലും, അതായത് ഒരു 5 years ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് താഴെ അടുത്തൊരു ബേബിയും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പാരന്റ്സിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ ട്യൂഷൻ ആക്കും. അവർ ഓൾസോ ഇതാണ് സംഭവിക്കുക. അവരോട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യും. ചോദിക്കും വവൽസ് പറയോ എന്ന് ചോദിക്കും. അപ്പൊ അവർ വവൽസ് പറയും. അപ്പൊ ആ പറയും, കാക്ക പറയും. എന്നിട്ട് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പറയോ, അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കും. അതും പറഞ്ഞു കേൾപ്പിച്ച് കഴിയുമ്പോഴത്തേന് അതൊക്കെ ഇങ്ങനെ പേടിച്ചിട്ടായിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും മാമിനെ ഇഷ്ടായോ, അന്നേരം ഒന്നും മിണ്ടത്തില്ല. അപ്പൊ ചിലപ്പോ പറയും ഇല്ലെന്ന്, ചില സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല പറയും. അപ്പൊ അവരൊന്ന് കംഫർട്ട് ആക്കി കഴിഞ്ഞിട്ട് ചോദിക്കും, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട്, മാമിനെ ഇഷ്ടായോ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ, ഞാൻ പഠിപ്പിക്കട്ടെ, ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ കാണിച്ചു തരും. അങ്ങനെ കാണിച്ചു തരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പേരന്റ്സ് വിളിച്ചിട്ട് പറയും അവൾ അങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ്, ഓക്കെ ആണ്, എപ്പോഴാ ക്ലാസ് തുടങ്ങുന്നതെന്ന് ചോദിക്കും എന്ന് പറയുന്നത്. ഓൺലൈൻ ട്യൂഷൻ ഇപ്പൊ കംഫർട്ടബിൾ ആയിട്ട് കുറെ സ്റ്റുഡൻസിന് വരുന്നുണ്ട്. ഉറപ്പായിട്ടും വരുന്നുണ്ട്. എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, അവര് കംഫർട്ടബിൾ ആണെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. അതായത് ആ ട്യൂട്ടറുമായിട്ട് അവര് കംഫർട്ടബിൾ ആണെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, കുട്ടിക്കും പ്രശ്നമില്ല, ഫാക്കൽറ്റിക്കും പ്രശ്നമില്ല. നമ്മൾ ആക്ച്വലി വെറുതെ ഇങ്ങനെ പഠിപ്പിച്ചു പോവല്ല ഒരു വീക്ക്. നമ്മൾ ആക്ച്വലി മൺഡേ ടു ഫ്രൈഡേ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്ത് തന്നെ പോകും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ സ്ക്രീൻ ഷെയർ ചെയ്ത് ഡെമോൺസ്ട്രേഷൻ കാണിക്കണമെങ്കിൽ അങ്ങനെ കാണിക്കും. ഇതെല്ലാം കാണിക്കും. എപ്പോഴാണ് ഒരു റിവിഷൻ, എപ്പോഴാണെന്നല്ല, വീക്ക്ലി റിവിഷൻസ് ഇസ് ദെയർ. ഓക്കെ, ആ വീക്ക്ലി റിവിഷൻ, അതായത് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ട് സാറ്റർഡേ നമുക്ക് റിവിഷൻ ആണ്. സാറ്റർഡേയിലെ റിവിഷൻ നടന്നു കഴിയുമ്പോഴത്തേനും ഇവരുടെ ആൻസർ വാല്യൂ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആൻസർ പ്രോപ്പർ അല്ലെങ്കിൽ അടുത്ത അവർ എന്ന് പറയുന്നത് ഹൗ ടു റൈറ്റ് ആൻ ആൻസർ. അതാണ് അടുത്ത ഓറിയന്റേഷൻ. അതാണ് പിന്നെ അന്നേരം പിന്നെ പഠിപ്പിക്കലല്ല,
അടുത്ത നമ്മളുടെ ലക്ഷ്യം എന്താണ്? അവനെ ആൻസർ എഴുതാൻ പഠിപ്പിക്കുക. ആൻസർ എങ്ങനെ എഴുതാൻ പഠിപ്പിക്കുക. എന്നിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ, അതായത് ഒരു വർഷം എഴുതിയ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ, ഇപ്പോഴും ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം എഴുതിയ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ആൻസർ കൊടുത്ത് അത് പഠിപ്പിച്ച് തന്നെ എഴുതിപ്പിക്കും. കാരണം എനിക്കൊരു കോൺഫിഡൻസ്, അത് അവർ ഇനി ഇങ്ങനെ ചെയ്യുമല്ലോ എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം വെറുതെ ഇങ്ങനെ പഠിച്ച് അവിടെ നിർത്തുമല്ല, പഠിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് അവരുടെ ആൻസേഴ്സ് നോക്കി അവർക്ക് കോൺഫിഡൻസ്, എക്സാം ഫിയർ മാറ്റി ആൻസർ പ്രോപ്പറായിട്ട് എഴുതാൻ പഠിപ്പിച്ച് ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ എഡു ടോക്സിന്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഇവിടെ തീരാണ്. അപ്പൊ ഇനിയും അടുത്ത സീരിയസ് ആയിട്ട് ഷുവറായിട്ടും നമ്മൾ ഇനി വരുന്ന ഡേയ്സിലാണെങ്കിലൊക്കെ നമ്മൾ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതായത് കുട്ടികൾക്കുള്ള സെഷൻസ്, പോഡ്കാസ്റ്റ് സെഷൻസ്, അതുപോലെ തന്നെ പാരൻസിനുള്ള സെഷൻസ്, എക്സാം ഫിയർ, അതുപോലെ തന്നെ ഈ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയുള്ള കെയർലെസ് മിസ്റ്റേക്സ്, അത് ഇങ്ങനത്തെ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോഡ്കാസ്റ്റ് സീരീസ് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിലൊക്കെ അവൈലബിൾ ആവും, എല്ലാവർക്കും ലഭിക്കുന്നുണ്ടാവും. കുട്ടികളും പാരന്റ്സും ഒരുപോലെ കംഫർട്ടബിൾ ആയിരിക്കും നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ. അതായത് യാതൊരു തരത്തിലുള്ളൊരു ടെൻഷനോ അല്ലെങ്കിൽ പേടി, എക്സാം പേടി ആണെങ്കിലും ഒരു ട്യൂഷൻ പേടി ആണെങ്കിലും ഒന്നും ഇല്ലാതെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ലേണിംഗ് ജേർണി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി ഗ്രേസ് എഡ്യൂവില എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്താ പറയാ, നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതിന്, നമ്മളുടെ കൂടെ ആ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം. ഏത് ടൈപ്പ് ഓഫ് കുട്ടിയായിരുന്നാലും, പഠിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കുന്ന കുട്ടിയായിരുന്നാലും, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന കുട്ടിയായിരുന്നാലും, അല്ലെങ്കിൽ ബേസിക്സ് ക്ലിയർ അല്ലാത്ത ആളായിരുന്നാലും ഒരു പ്രശ്നവുമില്ല. ഏത് ടൈപ്പ് ഓഫ് ആളുകളും, ഫിനാൻഷ്യലി എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉള്ള ആൾക്കാരായിരുന്നാലും എങ്ങനെയായിരുന്നാലും അത് നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്, കുട്ടിക്കും പാരന്റിനും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സസ് ആണെങ്കിലും സെഷൻസ് ആണെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഒരു തരത്തിലുമുള്ള ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഒന്നും ആവശ്യമില്ല. നമ്മളെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാം. കുട്ടിയും പാരന്റും ഒരുപോലെ സേഫ് ആയിട്ടിരിക്കുന്ന നല്ലൊരു ലേണിംഗ് ജേർണിയാണ് നമ്മളുടെ ഗ്രേസ് എഡ്യൂവില എയിം ചെയ്യുന്നത്. ഇതുവരെയുള്ള നമ്മളുടെ ഗ്രേസ് എഡ്യൂവില ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ സക്സസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എഡു ടോക്സിന്റെ പോഡ്കാസ്റ്റുകൾ ഇനിയും നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.